ഗൈസ്, വെൽക്കം ടു മൂപ്പൻസ് വ്ലോഗ്സ്. വണക്കം. അപ്പോൾ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ വീടില്ലാത്ത ആൾക്കാരുണ്ടോ? വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടോ? ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അതായത് സ്വന്തമായിട്ടൊരു വീട്, ആ വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങണമെന്നുള്ളൊരു ആഗ്രഹവും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം വീടുള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. വീടുണ്ടാക്കി അതിൽ സംതൃപ്തി ഉണ്ടായവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ ചില ആൾക്കാർക്കാണെങ്കിൽ മറ്റുള്ള ആൾക്ക് വീടില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം കാണുന്ന സമയത്ത് കുത്തി നോവിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. ഒരാളുടെ നല്ല നിമിഷം, അയാൾ ഇന്നലകളിൽ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു, പക്ഷേ ഇന്ന് അയാൾ ഭയങ്കര നല്ല അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ആ നല്ല അവസ്ഥയിൽ മാറിയ ആ ആളുടെ സന്തോഷം, അയാളുടെ ആ ഒരു പ്രകടിപ്പിക്കുന്ന അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ ഓരോരോ സൗകര്യങ്ങൾ, മെച്ചപ്പെടുന്ന സാഹചര്യം, ഇതെല്ലാം കാണുന്ന സമയത്ത് അവരൊരു കുറ്റം ഇവരോട് ചെയ്തിട്ടില്ലെങ്കിലും അവരോട് എന്തെന്നില്ലാത്ത വെറുപ്പ് വെച്ച് പുലർത്തുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വീട് വച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ, വീട് വച്ചതിന് ശേഷം നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ മിത്രങ്ങൾ പോലും ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ടോ? അഥവാ നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് ശത്രുക്കളായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് ഭയങ്കരമായിട്ട് അത് റിലേറ്റബിൾ ആണ്. ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ ദയവായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മറ്റെന്തെങ്കിലും നല്ല വിഷയങ്ങൾ പോയി കാണുക. ഈ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രണവ് പ്രവീൺ അവരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടപ്പോൾ ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. അവർ കഴിഞ്ഞ ദിവസമാണ് അവർ ഹോം ടൂർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നത്. അതായത് ഏതാണ്ട് 18 മണിക്കൂറിന് മുൻപ്. വളരെ സന്തോഷകരമായ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോസിറ്റീവ്. ഇപ്പം ഇദ്ദേഹമാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ചാനലാണെങ്കിലും നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുക. അവരുടെ കുടുംബം ഒന്നായിട്ട് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മാനസികമായിട്ട് അത് ഉണ്ടാവും, ഇന്നലെ നാളെ സംഭവിക്കുകയും ചെയ്യും, ഉറപ്പാണ്. അപ്പം അദ്ദേഹം ഈ പ്രവീണിൻ്റെ വീട് ഹോം ടൂർ വയ്ക്കുകയാണ്, അതിനെല്ലാം കാണിക്കുകയാണ്. അത് അവരുടെ ആരാധകർക്കും പ്രേക്ഷകർക്കും വേണ്ടിയിട്ട്. അതിനു മുമ്പ് ഇദ്ദേഹം ഈ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ, അത് എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. നമുക്കാദ്യം എന്താണ് പ്രവീണിന് പറയാനുള്ളത്? അതും തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കാരണം മറ്റൊന്നുമല്ല, അത് കേൾക്കും പറയാം. ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും നമ്മളിത് വീട് നമുക്ക് പരിചയപ്പെടാം, നമ്മുടെ ഹോം ടൂറിലേക്ക് അല്ലേ സ്വാഗതം. കാര്യം ഗൈസ്, സീരിയസ്ലി ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എന്തായാലും എനിക്കും പൃഥ്വിക്കും കുറെ തെറിവിളികൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം അവരുടെ വീടിന്റെ ഹോം ടൂറിന്റെ ഇൻട്രോയിൽ തന്നെ അവർ പറയുന്നു, ഈ വീഡിയോ കാണുന്ന സമയത്ത് ഉറപ്പായിട്ട് തെറിവിളി വരും എന്ന് പറയുന്നു. അവരാരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അത് ചെയ്തിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കുടുംബത്തിൻ്റെ അകത്ത് മാത്രമാണ് പ്രശ്നമുള്ളത്, നിലനിൽക്കുന്നത്, പുറത്തേക്കില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. പക്ഷേ ഇദ്ദേഹം ഈ ഒരു സാധനം തുടക്കത്തിൽ തന്നെ പറയുന്നത് വെച്ചാൽ അവരുടെ ഏറ്റവും നല്ലൊരു സന്തോഷം ഉള്ള നിമിഷങ്ങളെല്ലാം അവർ കൈയടക്കുന്നു, അവർ നന്നായിട്ട് ജീവിച്ച് കാണിക്കുന്നു. അതിനകത്ത് വിറളി പൂണ്ട കുറച്ച് ആൾക്കാർ അവരെ കുറേ വേട്ടയാടാൻ വേണ്ടി നടക്കുന്നു, അവരുടെ സന്തോഷത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. വേറെ ഒന്നുമല്ല, നമ്മളൊരു വീട് വാങ്ങിച്ചതിന് ശേഷമാണ് നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വരാനായിട്ട് തുടങ്ങിയത്. ഒരുപക്ഷെ നമ്മൾ വാടക വീട്ടിലോ അല്ലെങ്കിൽ വീടൊന്നും ഇല്ലാതിരുന്നെങ്കിലും ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. കറക്റ്റ് പോയിന്റാണ്. അതായത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളിപ്പോൾ കുറച്ച് നാളിന് മുമ്പ് ഒരു കയ്യിലും മുണ്ട് കൊടുത്ത് ഒരു ജോലി കാര്യങ്ങളൊന്നും ആവാതെ സാമ്പത്തികമായിട്ട് കടബാധ്യതയും മറ്റു പ്രശ്നങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് മതോന്മത്തനായിട്ടൊക്കെ നടക്കുന്ന സാഹചര്യം, അലവലാതി എന്നും വീട് നോക്കാത്തവനെന്നും കുടുംബം നോക്കാത്തവനെന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും അല്ലെങ്കിൽ കൊള്ളാത്തവൾ എന്നും ഒക്കെ നിങ്ങളെ ഈ ചാപ്പയടിച്ച ആൾക്കാരെ നിങ്ങളൊരു സുപ്രഭാതം നിങ്ങൾ നന്നായി ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ പറയും. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട് വാടക വീട്ടിൽ നിന്ന് ഇദ്ദേഹം മാറിയത് കൊണ്ട് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയത് ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമല്ലേ, ഒരു വീട് വയ്ക്കുക എന്നുള്ളൊരു കാര്യം. സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക, ആ വീട്ടിൽ നമ്മൾ സമാധാനമായിട്ട് നമ്മളൊന്ന് അന്തി ഉറങ്ങുക, ആ വീട്ടിൽ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക, ആ മൊമെൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അതുപോലും സാധിക്കാത്ത എത്രയോ പാവങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു വീടെങ്കിലും വെച്ചിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്കുണ്ട്. കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരു ടാർഗറ്റ് ചെയ്ത് ഒരു ഐഡിയിൽ നിന്ന് തന്നെ ടാർഗറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനത്തേക്കുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തൊരു പരിപാടിയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾ എന്ത് പാവമാണ് ചെയ്തിട്ടുള്ളത്. പ്രണവിനും പ്രവീണിനും അവരുടെ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അച്ഛനമ്മമാരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് വന്ന കാര്യമാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്യുകയല്ല, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ചർച്ച ചെയ്യാൻ അവരെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ സംസാരിച്ചു.
ഇവർ ചെയ്ത തെറ്റെന്ത് എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് ഉഴച്ചു നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് പറയാൻ പറ്റുന്നത് അവരുടെ അമ്മയെ, അച്ഛനെ, അല്ലെങ്കിൽ സഹോദരനെ ഒന്നും ഇട്ടെറിഞ്ഞു പോയി ഒരു പെണ്ണിനെ കെട്ടി ജീവിക്കുന്നത് കണ്ടില്ലേ, പെണ്ണാണ് കാരണം. ഈ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ആരോപണത്തിൻ്റെ മുൾമുല നിർത്തുന്ന ആ പെണ്ണിനെയാണ്, ആ സ്ത്രീയാണ്, ആ പെൺകുട്ടിയാണ്. ഓക്കെ, മൃദു അല്ലേ, മൃദുല. അപ്പം ഈ കുട്ടിയെ ഇത്രയും പറയാനുള്ള റീസൺ എന്താ? ഇദ്ദേഹവുമായിട്ടുള്ള മാരേജിന് ശേഷം അവരൊരുമിച്ച് ആ വീട്ടിൽ ഒരുമിച്ച് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നു. കൂട്ടുകുടുംബമായിട്ട് ജീവിച്ച ഡാൻസ് ചെയ്യുന്നു. അനിയനും അദ്ദേഹവും ഭാര്യയുമായിട്ടൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നു. വളരെ സന്തോഷകരമായ ദാമ്പത്യവും മറ്റുള്ള ജീവിതമൊക്കെ ആയിരുന്നു. എല്ലാ വീടുകളിലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബങ്ങളുമില്ല. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാത്തിനും കാരണക്കാരി ഈ സ്ത്രീയാണ് അല്ലെങ്കിൽ ഈ കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ തലയിൽ അങ്ങോട്ട് ആരോപണം അഴിച്ചു വിട്ട് ഇവളാണ്, ഈ പെണ്ണ് വന്ന് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചില കുടുംബങ്ങൾ തകരുക എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ അങ്ങ് മോശപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതിന് പുറമെ ഇയാൾ പെണ്ണാളനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, അതാ ഈ ഭാര്യ വാക്കുകൾ, ഇങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകൾ. പക്ഷെ ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. നമ്മുടെ കണ്ണി കാണുന്നോണ്ടാണ് പറയണത്. എന്ത് കണ്ടാലും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ നമ്മള് വീട് വാങ്ങി, അതങ്ങനെയാണ് ചിലർ. എന്ത് നിങ്ങൾ നല്ലത് ചെയ്താലും ആ കാര്യത്തിനെ പോലും അവർ കുറ്റമായിട്ട് പറയും. ഇപ്പം നിങ്ങൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ പോലും ആ ഉപകാരം നിങ്ങൾക്ക് ചിലപ്പോൾ അത് നല്ല തലവേദനയായിട്ട് മാറാനുള്ള സാഹചര്യം വരെ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കും. അത് ഉറപ്പാണ്. എന്ത് ചെയ്താലും കുറ്റം പറയും. കൊണ്ട് നമ്മളെ നെഗറ്റീവ് പറയണ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഹോം ടൂർ ഇടുമ്പം ആ ഒരു ചീത്തവിളി എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കമന്റ് ബോക്സ് എന്ന് പറയുന്നത് താഴത്തെ പൊങ്കാലയിടാൻ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ടീംസ് ഒക്കെ അവിടെ പോയി പൊങ്കാലിടാവുന്നതാണ്. ആ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ട്. അത്രയല്ലേ, അല്ലാതെ എന്തോ ചെയ്യാനാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയി തെറി വിളിച്ചോളൂ, നിങ്ങൾക്ക് പറയാനുള്ളത് ഫ്രസ്ട്രേഷനൊക്കെ തീർത്തോളൂ. നമുക്ക് കഴിയാത്തൊരു കാര്യം മറ്റൊരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ, മറ്റൊരുത്തനോ ഒരുത്തിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരോട് തോന്നുന്ന അകാരണമായിട്ടുള്ളൊരു ഹെയ്റ്റ്, ഒരു വൈരാഗ്യം, അത് ഒരു കാരണവുമില്ല, അകാരണമാണ്. അവരോട് ഉള്ളൊരു ഇവരെന്താ ഇങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടില്ലേ, ഇവരൊക്കെ ഇങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നത്, അങ്ങനെ സമ്മതിക്കാൻ പറ്റുമോ? ഞാനൊന്നും അങ്ങനെ അല്ലല്ലോ ജീവിക്കുന്നത്, അങ്ങനെ ഇപ്പം നന്നായിട്ട് ജീവിക്കണ്ട. ഇതാ പ്രശ്നം. ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷമായിട്ട് നമുക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾ സ്വാഗതം ചെയ്തു നമ്മുടെ മൃദുവീണയിലേക്ക്. അപ്പോൾ ഈ മൃദുവീണ എന്ന് പറയുന്ന ഈ ഹോം ടൂർ ഞാനത് ഫുള്ള് കണ്ടു. സത്യം പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള വീട്. ഇത് പ്രവീണ് കാണുമോ എന്നൊന്നും എനിക്ക് ഒരു പിടിയുമില്ല. പ്രവീണും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വീട്. അടിപൊളി എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില കാര്യങ്ങളിലെങ്കിലും കുറച്ചുകൂടെയൊക്കെ ബെറ്ററാക്കാൻ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആവും. അത് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതുള്ളൂ. കാരണം അവരിപ്പം തുടങ്ങിയിട്ടുള്ള വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒത്തിരി മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അങ്ങനെ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ എനിക്ക് സജഷനായിട്ടൊക്കെ ചില തോന്നിയിട്ടുള്ളതെന്ന് ഒഴിച്ചാൽ ബാക്കി ആ വീട് എന്തുകൊണ്ടും ഗംഭീരമാണ്, വളരെ രസമാണ്. പിന്നെ ഗാർഡൻ്റെ ഏരിയസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഗാർഡൻ പ്രാന്തനാണ്. എൻ്റെ കുഞ്ഞു വീട്ടിൻ്റെ ചുറ്റും മൊത്തം ചെടികളാണത്. എൻ്റെ വീട് അറിയുന്ന നാട്ടുകാർക്ക് വീട്ടുകാർക്കെല്ലാം അറിയാം. സോ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് മാത്രം ഞാൻ ചെടിപ്രാന്തനാണ്, ഭയങ്കര ചെടിപ്രാന്തനാണ്. ചെടി, ഫ്രൂട്ട്സ് പ്ലാന്റ്, മറ്റത് മറിച്ചത് എനിക്ക് ഭയങ്കര പ്രാന്താണ്. എനിക്ക് അറിയത്തില്ല, എനിക്കത് പ്രാന്താണ്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഇതിനകത്ത് കൊണ്ടുവരിക എന്നുള്ള കാര്യം. പിന്നെ കുറച്ച് കുറച്ച് പ്ലാന്റുകൾ, നമ്മൾ ഈ പടർന്നു കയറുന്ന വള്ളിച്ചെടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ, ക്ലൈമ്പിങ് ഐറ്റംസ് ഒക്കെ ചെയ്ത് കുറേയധികം പുള്ളിയായിരിക്കും. അതൊക്കെ എൻ്റെ ഒരു സച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ. നമ്മൾ നേരിട്ട് അങ്ങനെ പരിചയമില്ല. സോ ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി അവസാനം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു വീട് വെച്ചിട്ട് തന്നെ ഏതാണ്ട് ഒരാഴ്ച, ഒരു മാസം 2 മാസം ഒന്നും കിടന്നോളൂ തോന്നുന്നു. അപ്പോഴത്തേക്കും ഇവരുടെ ഈ വീട്ടിലേക്കുള്ള യാത്ര ഇവരെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് ഒരു സാഹചര്യം, ഒരു മോശമായ സാഹചര്യം, ഒരു മോശമായ അന്തരീക്ഷം സംഭവിച്ചു. അൺഫോർച്ചുനേറ്റ് ആണ്. ബട്ട് അത് ഒരു ഫോർച്ചുനേറ്റ് ലെവലിൽ ലൈഫിൻ്റെ ഫ്യൂച്ചറിൽ നമ്മളെ പോകുന്ന ഒഴുക്കുകൾ മാറും. ചില സ്ഥലങ്ങളിൽ കണ്ടില്ല, ആമസോൺ നദി നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ആമസോൺ മഴക്കാട് ചുറ്റി വരിയുന്നത് പോലത്തെ ആ നദി, അത് ഓരോ സമതല പ്രദേശങ്ങൾ ഇടിച്ചിടിച്ചിടിച്ച് ഓരോ സമയം കൂടുന്തോറും അത് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി ഇടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് മാറുന്നതനുസരിച്ച് അത് ആ സ്ഥലത്തുള്ള മണ്ണടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റത് ഇങ്ങനെ കുറഞ്ഞു വരിക. സോ അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ഡയറക്ഷൻ വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള, നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ ലൈഫിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ള എത്ര പെർസെൻറ്റേജ് കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ട്? ഇന്നത് പ്ലാൻ ചെയ്ത് ഡിറ്റർമൈൻഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തത് അതുപോലും എത്ര പ്രാവശ്യം, എത്ര തവണ വിജയിച്ചിട്ടുണ്ടോ? അതായത് അൺപ്രഡിക്റ്റബിൾ ആണ് ലൈഫ്. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര പ്ലാൻ ചെയ്തിരുന്നാലും ജീവിതം അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവരൊരു വീട്ടിലേക്ക് എത്തി. ആ ഒരു സാഹചര്യങ്ങൾ സംഭവിക്കേണ്ടത് തന്നെ. അതിനുശേഷം ഈ വീട്ടിലേക്ക് എത്തി അവർ ജീവിതം ആരംഭിക്കുന്നു.
സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ രണ്ട് അഭിപ്രായം ഉണ്ടാവും. അമ്മയെ തരിക രണ്ട് അഭിപ്രായം ഉണ്ടാവും. സോ അവരുടെ ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ട്, ഇവരുടെ ഭാഗത്ത് കുറേ ആൾക്കാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് തല്ലി തീർക്കുന്ന ആൾക്കാരുണ്ട്, കമന്റ് ബോക്സുകളിലും അല്ലാതെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരത് ബാധിക്കാതെ അവർ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇടുമ്പോഴത്തേക്കും ഇതിന്റെ അടിയിൽ കുറെ ആൾക്കാർ ഇനി വരും, കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ച് കാലയളവിൽ നമ്മൾ സഹിക്കാവുന്നതിന്റെ പരമാവധി എല്ലാം സഹിച്ചു. അതുകൊണ്ട് ഇനിയും നമ്മൾ അതേ ഓർത്ത് ഇപ്പം ഞാൻ ചിരിക്കുന്നതാണ് ഭയങ്കര ഓവർ ആക്ടിങ്, ഭയങ്കര ഇത് മൃദുല ഭയങ്കര ഓവർ ആക്ടിങ്, ഞാൻ സംസാരിക്കുന്നതാണ് എന്നും നമ്മൾ അത് ഓർത്ത് അതിൽ നിന്നൊരു ഓവർകം അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറി. എന്തൊരു കഷ്ടപ്പാടേ അവർ പറയേണ്ടി വരുന്നു. ആ ഗതികേട് ചിരിക്കുന്നത് പ്രശ്നം. നമ്മുടെ ലൈഫിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നമ്മളൊന്ന് വിട്ടുപോകും. നമുക്ക് ആ വേദന അഗാധമായ വേദനയായിരിക്കും, വിഷമം താങ്ങാൻ പറ്റത്തില്ല. അവരെല്ലാം നമുക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല, അവർ പോയി എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നില്ലേ, നമ്മളിവിടെ സർവൈവ് ചെയ്യേണ്ട ആൾക്കാരാണ്. നമ്മൾ ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ പ്രതികൂലമായ കാലാവസ്ഥകളെ അതിജീവിക്കേണ്ടവരാണ്. ആ സർവൈവലാണ് അവരും ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും സാഹചര്യങ്ങൾ കടന്നു വന്നു, അതിനവർ അതിജീവിച്ചു. അതിനുശേഷം അവർക്ക് ചിരിക്കണ്ടേ? എന്നും ഇങ്ങനെ മൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കോ എനിക്കോ ആർക്കെങ്കിലും പറ്റുമോ? ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം. വിഷമം ഉണ്ടായ സമയങ്ങളിൽ അത് വിഷമം വന്നു, അത് കഴിഞ്ഞു, ആ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ അവരെ കൂടെ നിന്നിട്ടില്ല എങ്കിൽ കുറ്റം പറയാതിരുന്നൂടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ചോദിക്കുള്ളൂ. അതും ആ പെൺകുട്ടിയുടെ ചിരിയെക്കുറിച്ചും അവരുടെ സന്തോഷത്തിനെക്കുറിച്ചാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആവലാതി. കാരണം നീ അല്ലേടി അവരെ കൊണ്ടുപോയി നശിപ്പിച്ചത്, നിന്നെ കാരണമല്ലേടി ആ കുടുംബം തകർന്നത്, എന്തൊക്കെയാണ് പറച്ചില്. ഇങ്ങനെ കുറേ പരിപാടികൾ പണ്ട് മുതലുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് വിവാഹം കഴിഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പിന്നീടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവളാണ് കാരണക്കാരി. എങ്ങാനും എവിടെ കൂടെയെങ്കിലും പിന്നീടൊരു ജോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പറയുക ആ പെണ്ണിൻ്റെ ഇതാണ് കാരണം, അവള് മറ്റേ ഈ ഇതിലാണല്ലേ ജനിച്ചത്, ചുമ്മാ പറഞ്ഞിട്ടേ കാര്യമില്ല, പിന്നെ ഇവളെ ഈ ജനിച്ചെന്ന് ആ വീട് തന്നെ മുടിഞ്ഞു പോകും, അങ്ങനെ പറയും. ഇനി അഥവാ ഇനി കാലെടുത്ത് വെച്ച് കയറുന്ന സമയത്ത് അവിടെ എവിടെ കൂടെയുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വയറ്റിളക്കം വന്നു കഴിഞ്ഞാൽ ആ വയറ്റിളക്കത്തിൻ്റെ ഒരു ഉത്തരവാദി ആ വന്ന പെണ്ണ് കയറി വന്ന പെണ്ണ് കാരണമായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാർ തന്നെ ആയിരിക്കാം ഈ ഒരു കമന്റ് ഇടുന്നത് എനിക്കെതിരെ. നിൽക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് എന്തായിരുന്നാലും ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവിനോടൊപ്പം ചേർന്ന് പോകുന്ന ഭാര്യ, അവരുടെ ഒരു കുഞ്ഞ്, നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ ആരെ നോക്കായിരിക്കും? എനിക്ക് അത്ര നിങ്ങളടുത്ത് പറയാനുള്ളൂ. ഈ പറയുന്നവരാരും നിങ്ങൾക്ക് ഒന്നും കൊണ്ട് തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുണ്ടാക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങളെ അറിയുന്ന ഒരുപാട് പേര് ഈ കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ 2600ഓളം കമൻറ്റ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അത്രയും പോസിറ്റീവ്. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളുണ്ട്, അത് കാണിച്ച്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴത്തെ കമൻറ്റാണ്. ഇന്ന്, അതായത് 2 days ago, ഇന്ന് പ്രവീണിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, ഒരു സ്റ്റോറി പോലും ഇട്ടില്ലല്ലോ. പ്രവീൺ എങ്ങനെ ഇങ്ങനെ മാറാൻ സാധിച്ചു? അമ്മ നിങ്ങളോട് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടും ഒരു പോസ്റ്റ് പോലും അമ്മയെ വിഷ് ചെയ്യാൻ ഇട്ടില്ലല്ലോ. പണ്ടത്തെ അമ്മയോടുള്ള സ്നേഹവും എവിടെ പോകുമ്പോഴും ഉമ്മ കൊടുത്തു പോകുന്നതും എല്ലാം ആക്ടിങ് ആയിരുന്നു പ്രവീണെ. ഞാൻ ആലോചിക്കുന്നത്, ഒരു മദേഴ്സ് ഡേയിൽ ഒരു പോസ്റ്റ് ഇട്ടാലോ, അമ്മയുടെ ജന്മദിനത്തിൻ്റെ അകത്തൊരു സ്റ്റോറി ഇട്ടാലോ തോന്നേണ്ടതാണോ അമ്മ മകൻ ബന്ധം? അതല്ല, ഇതൊന്നും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വിട്ടിട്ടില്ല, ഒരു സംഭവമല്ല, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മാറുന്നതാണോ ആ പറഞ്ഞ പൊക്കിൾക്കൊടി ബന്ധം? ഇതൊന്നും അറിയാത്ത ആൾക്കാരാണോ നിങ്ങൾ? എന്തിനാണ് ഇങ്ങനെ ചുമ്മായിട്ട് അവരെ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു ക്വസ്റ്റ്യനാണ്. അമ്മയ്ക്ക് ബർത്ത്ഡേ ആയിരുന്നു, മോൻ പോസ്റ്റ് ഇട്ടിട്ടില്ല അത്രേ. അവർ തമ്മിൽ മിണ്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവർക്ക് പോലും അറിയത്തില്ല. അടുത്ത, അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ച്, ഇതിപ്പം ഇന്നത്തെ വീഡിയോയുടെ ഇന്നലെ അവരുടെ വീഡിയോയുടെ, അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ച് നേടുന്നതൊന്നും പെർമനൻ്റ് ആയിരിക്കില്ല. അവരും നിന്നെ കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയേ. നിന്റെ മാരേജ് കഴിഞ്ഞ് 1 കൊല്ലം പോലും തികഞ്ഞില്ലല്ലോ. അതിനു മുൻപ് അവരുടെ അനുഗ്രഹം കൂടെ വേണം എല്ലാത്തിനും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പാണ്, ഇങ്ങനെ പോവുക. അല്ലെങ്കിൽ നോക്കിക്കോ, നിനക്ക് പണി കിട്ടുമെന്നാണ് പറയുന്നത്. ആക്ച്വലി അവരുടെ ലൈഫിനകത്ത് ഉണ്ടായ മൊമെൻറ്റ്, ഈ ലോകത്തിലാദ്യമായിട്ട് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായ ഒരു സംഭവം ലോകത്തിലാദ്യമായിട്ട് നടന്നെന്നാണ് ഇവർ പറയുന്നത് കേട്ടാൽ തോന്നുന്നു. ആരുടെ വീട്ടിലാണ് ഇല്ലാത്തത്? ഏത് വീട്ടിലാണ് ഇല്ലാത്തത്? അവർ സോഷ്യൽ മീഡിയക്കകത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ടും ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടും ഇത് നിങ്ങളറിഞ്ഞു. അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വല്ല ധാരണയുണ്ടോ? അത് ശവിക്കുക, അങ്ങ് നശിച്ചു പോകണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നീ നശിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പുറത്തെ കമൻറ്റ് ബോക്സും മോശമല്ല കേട്ടോ. അവിടുത്തെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് വേറെ കുറച്ച് ആൾക്കാർ അവരെയും പറയുന്നുണ്ട്, അത് വേറെ കാര്യം. ഞാൻ രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി DP എന്താണ് മാറ്റാൻ വരാത്ത ആ മനസ്സ്, അതായത് ഇവരെ പ്രവീൺ ആ ഒരു ചാനലിൽ ഇതുവരെ ആ ഒരു DP മാറ്റിയിട്ടില്ല അത്രേ.
അപ്പോൾ ആ DP മാറ്റാത്തതിൻ്റെ ഒരു മനസ്സെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹാപ്പി ഇത് സംഭവം കൊടുത്താണ് ആ ഒരു മനസ്സ്. ഇപ്പോഴും മാറ്റിയിട്ടില്ലല്ലോ, അത് മാറ്റിയാൽ അടുത്ത് നെഗറ്റീവ് ആവും, അതാ മാറ്റാത്തത്. അത് മാറ്റിയാൽ നെഗറ്റീവ് വരും, അതുകൊണ്ടാണ് മാറ്റാത്തത്. അതവൻ ഒറ്റയ്ക്ക് കിട്ടിയ സബ്ബല്ല, അനിയൻ കൂടെ കഷ്ടപ്പെട്ടിട്ടാ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെന്നു. ഇപ്പോൾ ഇവനത് മാറ്റിയാൽ സബ് ആൻഡ് റീച്ച് കുറയും, അത് മാറ്റിക്കഴിഞ്ഞാൽ റീച്ചും സബ്ബും ഒക്കെ കുറയുമെന്ന്. ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത്? അവരുടെ എന്തായാലും പുള്ളിയുടെ എന്താണ് ചോരകളോട്, അതായത് അമ്മയോടും അച്ഛനോടും അനിയനോടും ഒരിക്കലും സ്നേഹമില്ലാതിരിക്കത്തില്ല. നിങ്ങൾ ആരും കമൻറ്റ് ബോക്സ് ഇടുന്നത് പോലെ ഒന്നും ആയിരിക്കത്തേ ഇല്ല. അത് ഒന്ന്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് നെഗറ്റീവായി കാണണ്ട. നിങ്ങളുടെ ചാനൽ കൂടുതൽ നല്ല രീതിയിൽ പോകുന്നതിൻ്റെ സിമ്പലാണ് നെഗറ്റീവ് കമൻറ്റ്സ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ 2 ആളും ഈ ഇടയായി ഭയങ്കര SP ആണ്. SP എന്ന് വെച്ചാൽ സ്വയം പൊങ്ങികൾ സ്വയം പുകഴ്ത്തൽ എന്നൊക്കെ പറയാം ആണ്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും സമയമില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് മൃദുല ഭയങ്കര ജാട ടോക്കാണ്. ഞാൻ പണ്ട് തൊട്ടേ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതാണ്. ബട്ട് ഇപ്പോൾ ഈ ജാട വർത്തമാനം കേൾക്കുമ്പോൾ എന്തോ പോലെ എന്നൊക്കെ പറയുന്നു. ആൾക്കാർ അവരുടെ ക്യാരക്ടർ ഇങ്ങനെ അസാസിനേറ്റ് ചെയ്യുക, ക്യാരക്ടർ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. എടാ ചെണുക്ക, നീ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, നിൻ്റെ വിക്കറ്റ് ഒന്ന് വലുതായി വരട്ടെ. നിൻ്റെ വിക്കറ്റോ? പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, നിൻ്റെ വിക്കറ്റോ ഒന്ന് വലുതായി വരട്ടെ, അപ്പോൾ നീ പഠിക്കും. നിൻ്റെ കുത്തിയുള്ള വർത്തമാനം, നിൻ്റെ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ചിനാണോ ഉദ്ദേശിക്കുന്നത്? നാണമുണ്ടോ ഈ കമൻറ്റ് ഇട്ട ആളിന്? അയ്യോ, നിൻ്റെ വിക്കറ്റ് വളർന്നു വരുമ്പോൾ പണി കിട്ടും, അപ്പോൾ നീ പഠിക്കും, നിൻ്റെ കുത്തിയുള്ള വർത്തമാനം എന്നൊക്കെ പറയുന്നു. ഒന്നും പറയാനില്ല. അവരവരുടെ ജീവിതത്തിലേക്ക് നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. പ്രവീണ് കേൾക്കുവാണെങ്കിൽ, കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല, അവർക്ക് അതിനുള്ള സമയം പോലും കാണത്തില്ല. നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ പോകും. ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇങ്ങനെയൊക്കെ ഇട്ട് നിങ്ങളെ മോശം പറയാൻ ശ്രമിക്കുന്ന ആൾക്കാർ, നിങ്ങളെ പറഞ്ഞാലും നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞാലും നിങ്ങളുടെ അമ്മയെ പറഞ്ഞാലും നിങ്ങളുടെ അനിയനെ പറഞ്ഞാലും നിങ്ങളുടെ അച്ഛനെ പറഞ്ഞാലും ഈ പറയുന്ന ആൾക്കാരുടെ ചില ഫ്രസ്ട്രേഷൻസ് തീർക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊന്നും വലിയ വില കൊടുക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടുത്തും നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ 100 പേര് കുറ്റം പറയും, നെഗറ്റീവ് പറയും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയാൽ ആ നിമിഷം പോലും നിങ്ങൾ ചിന്തിച്ചോളണം, നിങ്ങൾക്കൊരു മാറ്റം വന്നു തുടങ്ങി. നിങ്ങൾ നശിച്ചിരുന്ന ഇവരാരും ഒന്നും പറയാൻ വരത്തില്ല. ഓക്കെ, കുറ്റം പറയുന്നെങ്കിൽ നിങ്ങൾ വളർന്നു തുടങ്ങി, അതാണ് എൻ്റെ സത്യം. മറ്റേ പറയില്ലേ, എന്താണ്, മാങ്ങയുള്ള മാവിലേക്ക് കല്ലെറിയുന്നു, അത്രയേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.